യാതൊരു പ്രതീക്ഷ ഭാരങ്ങളും ഇല്ലാതെ 2021 കോവിഡ് സമയത്ത് എത്തുകയും നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും വലിയ ഹിറ്റ് സീരീസും സെൻസേഷനുമായി മാറിയ സീരീസ് ആണല്ലോ സ്ക്വിഡ് ഗെയിം. പക്ഷെ അങ്ങനെ നേടിയ വിജയം പിന്നീട് ഒരു ബാധ്യതയാകുന്നത് അതിനൊരു തുടർച്ചയായ ഒരു സെക്കൻഡ് സീസൺ വരുമ്പോഴാണ്. ആദ്യത്തെ സീസൺ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും അത് സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും ഡിസംബർ 26 എത്തിയ സീസൺ കീപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വെബ് സീരീസ് സ്ട്രീമിംഗും OTT പ്ലാറ്റ്ഫോംസും അതിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ടൈമിലെത്തി നെറ്റ്ഫ്ലിക്സിലെ മോസ്റ്റ് വാച്ച് ഷോ എന്ന പേര് നേടിയെടുക്കുകയും ആക്ടിംഗ്, ഡയറക്ഷൻ എന്നീ കാറ്റഗറീസിൽ എമ്മി അവാർഡ്സ് കൂടി നേടിയെടുക്കുകയും ചെയ്ത വലിയൊരു സക്സസ് ആണ് സ്ക്വിഡ് ഗെയിം സീസൺ 1. ആൻഡ് അതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് എൻഡിങ് ഒരു ക്ലിഫ് ഹാങ്ങർ സ്റ്റൈലിലാണ് അവതരിപ്പിച്ചെങ്കിലും ഏറെക്കുറെ ഒരു സ്റ്റാൻഡ് അലോൺ സീസൺ ആയിട്ട് തന്നെയാണ് ആ ഷോ ഒരുക്കിയിരിക്കുന്നത്. ബട്ട് ആ ഹ്യൂജ് സക്സസിന് ശേഷം അതിന്റെ ഫെയിം ആൻഡ് ബ്രാൻഡിങ് യൂസ് ചെയ്തുള്ള ഫർദർ ബിസിനസ് മുന്നിൽ കണ്ട് നെറ്റ്ഫ്ലിക്സ് നല്ല രീതിയിൽ ഫണ്ടിങ് ചെയ്തതുകൊണ്ട് തന്നെ ഡയറക്ടർ ഹ്വാങ് ഡോങ് ഹ്യൂക്കിന് കുറച്ച് പണിയെടുത്താണേലും ഒരു 2 സീസൺ കൂടി കൺവിൻസിംഗ് ആയി തന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സെക്കൻഡ് സീസൺ കണ്ടു തീരുമ്പോൾ തോന്നിയത്. ആൻഡ് ഇപ്പൊ വന്നിട്ടുള്ള ഈ 7 എപ്പിസോഡ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്ട് ഒന്നിച്ച് തന്നെ മേക്ക് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ ആയി തന്നെ ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്ന ഒരു 3rd സീസൺ ആണ് ഇനി വരാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡിലും ഗെയിംസിലൂടെയും വീഴുന്ന ബോഡി കൗണ്ട് വളരെ ഹൈ ആയി തന്നെ നിൽക്കുമ്പോഴും സീസൺ 2 ആകെ മൊത്തം ഇനി വരുന്ന 3rd ആൻഡ് ഫൈനൽ സീസണിലെ ഗ്രാൻഡ് ഷോഡൌണിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് വർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ച് സീസൺ 2ന്റെ സാറ്റിസ്ഫാക്ടറി ലെവൽസിലൊന്നും യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഫസ്റ്റ് സീസൺ സെറ്റ് ചെയ്ത ബെഞ്ച്മാർക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ കംപ്ലീറ്റ്ലി ഫുൾഫില്ലിംഗ് ആയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. സീസൺ 1 എന്റേതടുത്ത് നിന്ന്, അതായത് ജീഹുങ് വിന്നറായി കഴിഞ്ഞ ശേഷം സ്റ്റേറ്റ്സിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നതിന് പകരം ക്യാഷിന് ആവശ്യമുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആ ഷോ ടേക്ക് ഡൗൺ ചെയ്യാൻ തീരുമാനിക്കുന്നിടത്ത് നിന്നാണ് പുതിയ സീസൺ ആരംഭിക്കുന്നത്. ആളുകളെ ഷോയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിയെ അന്വേഷിച്ചുള്ള ജീഹുങ്ങിന്റെ യാത്രകൾ, ഒപ്പം മുമ്പത്തെ ഗെയിമിലെ സർവൈവർ ആയ മറ്റൊരാൾ കൂടെ വ്യക്തിപരമായ കാരണങ്ങളാൽ ആ ഐലൻഡിലേക്ക് തിരിച്ചു വരുന്നത്. ഈ സംഭവങ്ങളെ പാരലായി അവതരിപ്പിക്കുന്നതാണ് ആദ്യ 2 എപ്പിസോഡ്സ്. ശേഷം നമ്മൾ ആദ്യ സീസണിൽ കണ്ടതുപോലുള്ള അതിമനോഹരമായ ഗെയിംസിലേക്ക് കടക്കുന്നു. അവിടേക്ക് എത്തുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റ് ക്യാരക്ടേഴ്സ്, അവയെ രസകരമായി അവതരിപ്പിക്കുന്ന സപ്പോർട്ടിംഗ് കാസ്റ്റ് എന്നിവരെ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഗെയിംസിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പോർഷനാണ് സീസൺ 2ന്റെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയാം. ഫസ്റ്റ് സീസണിലെ ഗെയിംസിന്റെ മിയർ ഒരു റെപ്പിറ്റേഷൻ ആവുന്നതിന് പകരം കൂടുതൽ എൻഗേജിംഗ് ആൻഡ് ബ്രൂട്ടൽ ആയ മെത്തേഡ്സ്, പിന്നെ പ്ലേയേഴ്സിന്റെ ഇടയ്ക്കുള്ള ഇമോഷണൽ കോംപ്ലിക്കേഷൻസ് എന്നിവയ്ക്കും പുതിയൊരു ഐഡന്റിറ്റി തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തീംസിലും വിഷ്വൽസിലും ഒരേ സമയം ആദ്യ സീസണിന്റെ ഒരു കണ്ടിന്യൂറ്റി തരികയും എന്നാൽ അതോടൊപ്പം ടെക്നിക്കൽ ആസ്പെക്ട്സിൽ കൂടുതൽ മോഡേൺ ആയ ഒരു ഫീൽ തരാൻ സാധിച്ചിട്ടുള്ളതും ഒരു സക്സസ് ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. അവസാന എപ്പിസോഡ്സിലേക്ക് എത്തുമ്പോഴാണ് റൈറ്റിംഗിൽ ഒരു അല്പ സ്ലോനെസ്സും മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഫെയ്ഡ് ആവുന്നതായും ഒക്കെ തോന്നുക. ബട്ട് ഓവറോൾ കൂടുതൽ വലിയ കാര്യങ്ങളിലേക്കുള്ള ഒരു സെറ്റിംഗ് അപ്പ് ആയി തോന്നിയത് കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നതായി ഫീൽ ചെയ്തോളൂ. സോ ഓവറോൾ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് തന്ന സീസൺ തന്നെയായിരുന്നു സ്ക്വിഡ് ഗെയിം 2. ഫസ്റ്റ് സീസൺ കൊണ്ടുവന്ന ആ ഒരു റെവല്യൂഷണറി ഇമ്പാക്ട്, അതായത് ഒരുപാട് ഇമിറ്റേറ്റഡ് ഷോസ്, സ്പിൻ ഓഫ്സ് ഇവയൊന്നും ഉണ്ടായെന്ന് വരില്ല. ആൻഡ് മുമ്പ് പറഞ്ഞ പോലെ അടുത്ത സീസണോടെ മാത്രം പൂർത്തിയാകുന്ന ഒരു സ്റ്റോറി ആർക്ക് ആയതിനാൽ ഒരു സ്റ്റാൻഡ് അലോൺ ഫീൽ കിട്ടിയേക്കില്ല. പക്ഷെ അല്ലാത്ത പക്ഷം പറയാനും കാണിക്കാനും ക്രിയേറ്റേഴ്സ് ഉദ്ദേശിച്ചിട്ടുള്ള കോണ്ടന്റ് ഒട്ടും ഡിസപ്പോയിന്റഡ് ആവാതെ നമ്മളിൽ എത്തിക്കാൻ സാധിച്ച സീസൺ തന്നെയാണ്. ആൻഡ് ഓവറോൾ ഈ ഒരു സീസൺ ജഡ്ജ് ചെയ്യണമെങ്കിൽ ഇതിന് ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള 3rd ആൻഡ് ഫൈനൽ സീസൺ കൂടെ ഇറങ്ങേണ്ടിയിരിക്കുന്നു എന്നതുകൊണ്ട് ഇനി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയേ തരുള്ളൂ. സോ അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങളും സീസൺ 2 കണ്ടു കഴിഞ്ഞുള്ള ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുമല്ലോ അല്ലേ? അപ്പൊ മറ്റൊരു വീഡിയോ എത്രയും വേഗം കാണാം. അതുവരെ ബൈ.